ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു കാക്കുവോ ആ കുട്ടി ഉറങ്ങിയേക്കണ്, ഞാൻ പോകുകയാണ് കേട്ടോ. ഈ എവിടേക്ക് പോണ്? അപ്പൊ കാക്കുവോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ തിങ്കളാഴ്ച ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിക്കണെന്നുള്ളത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കണേ? ഞാൻ എന്നോട് പറഞ്ഞതല്ലേ പോണ്ടാന്ന്. കുറേ കാലം നിങ്ങളെ സമ്മതം നോക്കി നിന്നു. ഇപ്പൊ ഞാൻ സമ്മതമല്ലേ ചോദിച്ചത്, ഞാൻ ജോലിക്ക് പോകുകയാണെന്നാണ് പറഞ്ഞത്. പോട്ടെ എന്ന് ചോദിച്ചാലല്ലോ കുഴപ്പം, പോകുകയാണെന്ന് പറഞ്ഞ കുഴപ്പമില്ലല്ലോ. എനിക്ക് പറഞ്ഞേക്കാൻ സൗകര്യമില്ല. ഏയ് എന്താ കാക്കോ നിങ്ങളിങ്ങനെ, നിങ്ങളോട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG പോട്ടെ ചോദിച്ചു, നിങ്ങൾ അയച്ചില്ല. TTC പോട്ടെ ചോദിച്ചു, നിങ്ങൾ അയച്ചില്ല. വേണ്ട, പഠിക്കാൻ പോണീനാണ് ചിലവാണെന്ന് വിചാരിച്ചിട്ട് അതിന് പോണ്ടാച്ചു. ജോലിക്ക് ഞാൻ കുറേ വട്ടം നിങ്ങളോട് ചോദിച്ചു, പോട്ടെ 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 എന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കണില്ല, ഞാൻ പോകുകയാണ്. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ജോലിക്ക് പോകണം. അപ്പൊ കുട്ടീനെ ആരാ നോക്കുക? ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം പറഞ്ഞു തന്നതാണ്. അപ്പം നിങ്ങൾക്ക് അത് പറ്റൂല, നിങ്ങൾ വിശ്വാസവും കാട്ടിയിരുന്നു. അപ്പം ഇനി നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം കാണാൻ ഞാൻ പോകുകയാണ്. ഈ ചെറിയ കുട്ടീനെ ഇവിടെ ഇട്ടുകൊണ്ട് പോയ മനുഷ്യന്മാർ എന്താ പറയാ? എന്തിനാ കാക്കോ നാട്ടുകാർ പറയുന്നത് നോക്കണത്? ഓൽക്ക് അങ്ങനെ ഒരു വിഷയം കഴിഞ്ഞാൽ മറ്റൊരു വിഷയം ഇഷ്ടംപോലെ പറയണ്ട. നമുക്ക് നമ്മളെ സൗകര്യമല്ലേ വലുത്. നിങ്ങൾക്ക് അറിയില്ലേ, നമുക്ക് എത്രങ്ങാനും EMI അടക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഭംഗിയായിട്ട് സമാധാനമായിട്ട് ഇവിടെ പോകും. ഇത് നിങ്ങൾ മാത്രം കടന്ന് ടെൻഷൻ അടിക്കുക. എന്നാൽ ടെൻഷൻ അടിച്ചാൽ അവിടെ ഒതുക്കും ഇല്ല, ആ ടെൻഷനൊക്കെ ഞങ്ങളെ മേത്തേക്ക് എടുക്കും. ഇനി എന്താണ് ബാക്കിയുള്ളവരൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചാൽ അതിനോട് സമ്മതിക്കില്ല. ഇതിനാണ് തിന്നൂല തീറ്റിച്ചില്ല എന്ന് പറയുന്നത്. എന്നാ നീച്ച് നമുക്ക് അവിടെ വരെ പോയി വെക്കാം. ഹലോ, അങ്ങനെ വീട്ടിലത്തെ ഒരു യുദ്ധത്തിന് ശേഷം ഞങ്ങൾ പ്ലേ സ്കൂൾക്ക് പോവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇതുപോലത്തെ വീട്ടമ്മമാർക്കുള്ളൊരു വീഡിയോ ആണ്. അതായത് ചെറിയ മക്കളുള്ള വീട്ടമ്മമാർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അവർക്ക് ജോലിക്ക് പോകാനോ പഠിക്കാൻ പോകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, കുട്ടികൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടികളെ നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ കുട്ടികളെ ഏൽപ്പിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പ്രസവിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഒരു കൊല്ലം കൂടി എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അങ്ങ് കയ്യിൽ കിട്ടൂലേ. പക്ഷേ നമുക്ക് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ സംഭവിച്ചാൽ ലക്കിക്കുട്ടീനെ നമ്മൾ പ്ലേ സ്കൂളിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ലക്കിക്കുട്ടിക്ക് ഏകദേശം പ്രായം പറയുകയാണെങ്കിൽ 10 മാസമാണ് കേട്ടോ. അതായത് മാർച്ച് 8-ന് 1 വയസ്സാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ട്, പക്ഷേ ജോലിക്ക് പോകണം അല്ലെങ്കിൽ പഠിക്കാൻ പോകണം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അല്ലേ. അവരെ നന്നായിട്ട് നോക്കുന്ന, നന്നായിട്ട് ശ്രദ്ധിക്കുന്ന, അവരുടെ ഉറക്കം, ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ മക്കളെ ഏൽപ്പിക്കേണ്ടി വരും. ഇത് ഞാൻ അത്രയും വിശ്വാസമുള്ളൊരു സ്ഥാപനത്തിലോട്ടാണ് പോകുന്നത്. സേഫ് എറ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളെ നീനു മോളെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്, നമ്മളെ വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ കേട്ടോ. നീനുമോൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അവർ ഇപ്പോൾ ഒത്തിരി പിള്ളേരുണ്ട് അവിടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേ സ്കൂളും അതുപോലെ തന്നെ ഡേ കെയറും പിന്നെ മോണ്ടിസോറി സിസ്റ്റമാണ്. ഇങ്ങനെ 3 സിസ്റ്റം ആയിട്ടാണ് അവിടെ വരുന്നത്. ഞാൻ ഇങ്ങനെ, അതായത് ചെറിയ മക്കളെ ഇങ്ങനെ പിടിച്ചിരുത്താതെ പെട്ടെന്ന് അവരെ സ്കൂളിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആക്കാനാണ് ശ്രമിക്കുക കേട്ടോ. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ ലിയാനക്കുട്ടി, അതായത് വലിയ മോള് ചെറിയ കുട്ടിയാകുമ്പോൾ 2 വയസ്സൊക്കെ ആകുമ്പോൾ അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ഒറ്റപ്പാലത്തിലെ PK ദാസ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ ഷാജഹാൻ ഡോക്ടർ ഉണ്ട്, പീഡിയാട്രിക്. അപ്പോൾ അങ്ങനെ മൂപ്പരെയാണ് പിന്നീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരുപാട് ഡോക്ടറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂപ്പരടുത്ത് ഒരു സാഹചര്യം കൊണ്ട് അവിടെ എത്തിയതാണ്. അപ്പോൾ മൂപ്പരോട് ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ കുട്ടീനെ പ്ലേ സ്കൂളിലാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കി സാറേ, 2-2.5 വയസ്സായ ചെറിയ കുട്ടിയല്ലേ, എങ്ങനെയാണ് ഈ കുട്ടീനെ നമ്മൾ പ്ലേ സ്കൂളിലാക്കുക ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുട്ടികളെ പ്ലേ സ്കൂളിൽ ആക്കണം. 2 വയസ്സിലൊക്കെ അമേരിക്കയിൽ വരെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്നുണ്ട്, അത് നോക്കണ്ട, അതൊക്കെ അവിടെ വെക്കട്ടെ. പക്ഷേ നമ്മളിങ്ങനെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ ഇതാവുകയാണ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഫോണിനോടാണ് കൂടുതൽ അഡിക്ഷന് വരിക. നമ്മളും ഫോണുമേ ആയിരിക്കും, നമ്മളെ മക്കളും ഫോണുമേ ആയിരിക്കും. അപ്പോൾ പ്ലേ സ്കൂളിലാക്കുക, കുട്ടികളെ കൂട്ടത്തിലോട്ട് വിടുക. അപ്പോൾ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്താണെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്തൊന്നും നമ്മളെ വണ്ടൂർ ഏരിയയിൽ പ്ലേ സ്കൂളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അങ്കലവാടിയിലാക്കി. അപ്പോൾ അങ്കലവാടിയിലാക്കിയപ്പോഴും 3 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ വലിയൊരു താല്പര്യം കാണിച്ചില്ല ആ ഒരു വിഷയത്തിൽ. കുട്ടിക്കാരെയൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി കൊണ്ടുവരണം, അങ്ങനെ കുറച്ച് പ്രയാസമായി. അപ്പോൾ അങ്ങനെ പിന്നെ വണ്ടൂർ മറ്റൊരു സ്കൂളിലാക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ മോളി 2 വയസ്സ് 5 മാസമായപ്പോഴത്തേന് ഞാനൊരു സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു.
അതേപോലെ തന്നെ നീനുമോളെ ഞാൻ 2.5 വയസ്സാകുമ്പോഴത്തേന് പ്ലേ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മെച്യൂരിറ്റി, അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആ മക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളെ അടുത്തുനിന്ന് നമ്മളെ മക്കൾ മാറി നിന്നാൽ മാത്രമേ നമ്മളെ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റും മെച്യൂരിറ്റി, അതായത് ആ പ്രായത്തിനനുസരിച്ചുള്ളൊരു മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ വണ്ടൂർ ഇങ്ങനൊരു സ്ഥാപനം വന്നപ്പോൾ ഇത് കണ്ടോ, ഇത് നീനുമോളുണ്ട് കേട്ടോ. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇത് അവിടുന്ന് ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ അവർ അമ്മ ഗിഫ്റ്റ് കൊടുത്താണ് ഇത്ര. അപ്പോൾ നീനുമോളുണ്ട് ആ ഒരു കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇതാക്കി എടുത്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉമ്മമാർക്കൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ ആക്കുമ്പോൾ വളരെ ടെൻഷനായിരിക്കില്ല, നമ്മളെ മക്കൾ എന്താ ചെയ്യണേ, എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷനുള്ളവരുണ്ടെങ്കിൽ ഇതാ ഇവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് CCTV ആക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ആക്കുമ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ ദേ ലക്കിക്കുട്ടി ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടെ 6 മാസം മുതൽ ഉള്ള പ്രായമുള്ള കുട്ടികളെ എടുക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവന് കണ്ടോ, അവന് കൈയൊക്കെ കൊട്ടി കാണിച്ചു കൊടുക്കുകയാണ്. അവനക്ക് കൈ ഒട്ടാനൊക്കെ അറിയുന്നില്ലത് കാക്കോളിയും താത്താൾക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരെയും തോണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാതും. അവന് ഭയങ്കര ഹാപ്പി കേട്ടോ. കുട്ടികളെ കൂട്ടത്തിൽ വിട്ടിട്ട് ഞങ്ങൾ അടുത്ത് ഉള്ളതിനേക്കാളും അവന് ഹാപ്പി ഇതായി കുട്ടികളെ കൂട്ടത്തിലാണ് കേട്ടോ. വളരെ സന്തോഷം കണ്ടപ്പോൾ. പിന്നെ ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട സൗകര്യങ്ങൾ അങ്ങനെ ചെറിയൊരു പ്ലേ ഏരിയ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മോണ്ടിസോറി സിസ്റ്റം ഉണ്ട്, KG സിസ്റ്റം ഉണ്ട്, എല്ലാ അതും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളെ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റാവും. ഇത് കണ്ടോ, ഇവിടെ മക്കളെ ചെരുപ്പ് വെച്ചിരിക്കണ കണ്ടോ, ഇതന്നെ മക്കൾ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ നീനുമോളൊക്കെ ഈ പോയിന്ന സമയത്ത് വീട്ടിൽ വന്നാലും ഇങ്ങനെ ചെരുപ്പ് വെക്കുമായിരുന്നു കേട്ടോ, അവൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട്. പിന്നെ അതേ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല ചെറിയ കുട്ടികൾക്ക് ടീച്ചേഴ്സ് തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള സ്റ്റാഫൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കൾ ഇതാ അവിടെ തൊട്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. 3 തൊട്ടിയോളം ഈ റൂമിലുണ്ട്. അപ്പോൾ അവരവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അവർക്ക് കളിക്കേണ്ട സാധനങ്ങൾ, പഠിക്കേണ്ട സാധനങ്ങൾ എല്ലാതും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് അവരുടെ പ്ലേ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ മക്കളും ഒരുമിച്ചൊന്നും ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും കേട്ടോ. പിന്നെ എല്ലാവരും ഒരുമിച്ച് കയറുന്ന സമയം ഉണ്ടാവും. അപ്പോൾ കുറേയൊക്കെ അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ മുൻതൂക്കം ഉണ്ടാവുക. പിന്നെ ഫുൾ ടൈം അവർ റൂമിൻ്റെ ഉള്ളിൽ ഇരുത്തിങ്ങാണ്ടുള്ളൊരു സിസ്റ്റം ഒന്നല്ല. ഇടയ്ക്കൊക്കെ അവരെ പുറത്തേക്ക് ഇറക്കിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഓട്ടവും ചാട്ടമൊക്കെ ഇവിടുന്ന് ചെറുതായിട്ട് കിട്ടും കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു മക്കളല്ല, അവർക്ക് ഈ ഒരു സ്പേസ് തന്നെ ധാരാളമാണല്ലോ. പിന്നെ ഇതാണ് മോണ്ടിസോറി സിസ്റ്റം കേട്ടോ. ഈ ഒരു സിസ്റ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ മക്കളെ ഒരു കാര്യത്തിൽ. കാരണം അവർക്ക് ആ ഒരു എഴുത്തും വായനേക്കാളും അവർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഓരോ സ്കില്ലുകൾ പഠിക്കുകയാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് വെക്കേണ്ട, അടുക്കി ഒതുക്കി പുറക്കി വെക്കേണ്ട ഒരു വാല്യൂ ഇതിലൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ അവർ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇപ്പോൾ നീനുമോളാണെങ്കിലും ഈ ഒരു ഇതിലൊക്കെ ചേർന്നതിന് ശേഷം അവൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കുഞ്ഞു കുട്ടി അവളുടെ മാറ്റ് ഇവിടെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാനത് അങ്ങനെ വീഡിയോ എടുത്തതാണ്, അവൾ അറിയാതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവർ ഒരുപാട് നല്ല ശീലങ്ങൾ പഠിക്കുകയാണ് ചെയ്യണത്. പിന്നെ ഫോൾഡിങ്ങും അതുപോലെ തന്നെ റോളിങ്ങും എല്ലാതും അവർ പഠിക്കും കേട്ടോ. നമ്മളടുത്താണെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനൊന്നും അത്ര നമ്മൾ മുൻതൂക്കം കൊടുക്കില്ല, കാരണം ഒക്കെ നമ്മൾ തന്നെ ചെയ്ത്. കണ്ടോ, ഈ കുട്ടി റോൾ ചെയ്യുന്നത് കണ്ടോ, ഇതാ ഇങ്ങനെ. അപ്പോൾ ഓരോ കാര്യങ്ങളും അവർ ഇതിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കുട്ടികളിലുണ്ടാവും. ഇപ്പോൾ ഞാനിതൊക്കെ പറയുന്നതുകൊണ്ട് ഒരുപാട് എതിർപ്പുള്ള ഉമ്മമാരുണ്ടാവും കേട്ടോ. ഇത്ര ചെറിയ മക്കളൊന്നും ഉമ്മമാരിൽ നിന്ന് വിട്ട് നിർത്താൻ പാടില്ല എന്നുള്ളത്. നമ്മൾ ഉമ്മമാരിൽ നിന്ന് വിട്ട് നിർത്തുക എന്നുള്ളതല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലൈഫ് വാല്യൂ, ലൈഫ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കന്നെ വേണം. അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കുട്ടി എത്രത്തോളം ഉഷാറാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ കുറേ സമയം കുട്ടീൻ്റെ കൂടെ എവിടെയെങ്കിലും ഉണ്ടാവുക എന്നുള്ളതല്ല, കുട്ടിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ 24 മണിക്കൂർ നമ്മൾ കുട്ടിയുടെ കൂടെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് അതുകൊണ്ട് കാര്യമില്ല. അവരുടെ കൂടെ കളിക്കുക, അവരോട് കഥകൾ പറയുക, അവരോട് വർത്തമാനങ്ങൾ പറയുക, അതൊക്കെയാണ് അവർക്ക് ആ ഒരു ക്വാളിറ്റി ടൈമാണ്. അത് ഒരു ദിവസം 1 മണിക്കൂറാണെങ്കിൽ പോലും അത് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യണം. വെറും കളികൾ മാത്രമൊന്നുമല്ല, പ്രായമായ കുട്ടികളുണ്ടാവും, അതായത് 4 വയസ്സൊക്കെ ആയ മക്കളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനവും കാര്യങ്ങളും അതും ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രായക്കാർക്ക് അത്യാവശ്യം അറിയേണ്ടത് എന്തൊക്കെയാണോ, എഴുത്തും വായനയും എല്ലാതും കളറിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റാക്കുന്നുണ്ട് മക്കളെ.
ഒറ്റക്കൊക്കെ വളരുന്ന മക്കളാണെങ്കിൽ ഇതുപോലുള്ള സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഞാനൊക്കെ അന്ന് ലിയാനയുടെ ആ ഒരു വിഷയമൊക്കെ വന്നപ്പോൾ, അതായത് എൻ്റെ വലിയ മോളെ വിഷയം ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞല്ലോ, അന്നൊക്കെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലൊരു സ്ഥാപനം നമ്മളെ വണ്ടൂരോ നമ്മളെ ഏരിയകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്ര സഹായമാവുമായിരുന്നു എന്നുള്ളത്. കാരണം എനിക്കന്ന് PG ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുട്ടികളുടെ കാരണം എനിക്ക് പോകാനോ അല്ലെങ്കിൽ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു സമാധാനമായിരിക്കും. ഇപ്പോൾ കണ്ടോ, നമ്മളെ കുട്ടിയാണെങ്കിലും അവരേറ്റ് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ ചെറിയ മക്കളും ആ കൂട്ടത്തിൽ ഉണ്ടാവുകൊണ്ട് കുറച്ചൊക്കെ മുതിർന്ന മക്കൾ അവരെ കെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ. കാരണം അവർക്ക് ആ ഒരു കെയറിങ്ങും ഷെയറിങ്ങും എല്ലാതും അവർ ഇതിലൂടെ പഠിക്കുക ചെയ്യും. മക്കളെ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് പാമ്പർ ചെയ്തിട്ട് അധികം വഷളാക്കാതെ അവരെ പറക്കാൻ അനുവദിക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് സ്കില്ലുണ്ട് എന്നുള്ളതും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ അതിലൂടെ നമുക്ക് മനസ്സിലാവും. ഈ വീഡിയോ കാണുന്നവരിൽ ചിലവരെ മക്കളൊക്കെ ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പോയവരും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവരിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം അത് കുറച്ചുകൂടെ പാരൻസിന് അത് ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്. അതിൽ 3 ആളെയും ഞാൻ ഇങ്ങനെ തന്നെയാണ്, നല്ല ചെറുപ്പത്തിൽ തന്നെ അവരെ വിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് മനസ്സിലാവും. എനിക്കതിൻ്റെ ഒരു കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലായിരുന്നു കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തിരുന്നു അവരിലെ മാറ്റങ്ങൾ. അപ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ അറിയാനോ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.